ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കേട്ടോ. നമ്മുടെ പൂരിയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ എപ്പോഴും പൂരിയൊക്കെ ഉണ്ടാക്കുന്നവരാണ്, പക്ഷേ ഇതേപോലെ ഒരു പൂരി ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഈ പൂരി എന്ന് പറയുന്നത് തക്കാളിയുടെ ഒരു പേസ്റ്റൊക്കെ ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്ന ഒരു പൂരിയാണ്. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ സാധാരണ കഴിക്കുന്ന പൂരിയേക്കാളും നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. കാണുമ്പോൾ തന്നെയാണെങ്കിലും അതറിയാൻ പറ്റും. മാത്രമല്ല കറികളാണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ വേണമെന്നുണ്ടാവില്ല ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഒരു മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു പൂരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ ഈ പൂരി റെഡിയാക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ഈ പൂരി റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ തക്കാളിയുടെ ഒരു പേസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള നന്നായിട്ട് പഴുത്ത 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം മീഡിയം സൈസുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വരെ നമുക്ക് എടുക്കാം. എന്തായാലും നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എടുത്തിരിക്കുന്ന തക്കാളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീരെ അങ്ങ് ചെറുതാക്കണ്ട, എന്നിട്ട് ഒരുപാട് അങ്ങ് വലുതാക്കേണ്ടത്. ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങ് കട്ട് ചെയ്ത് വെച്ചാൽ മതിയോ. നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഇതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് മസാലകൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയല്ല, കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിരിക്കുന്ന മുളക് പൊടിയായിട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ അത്ര മാത്രം മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടിയുണ്ട്, ഒരു 1/2 ടീസ്പൂൺ, കൂടുതലായി പോകരുത്. ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ അടുത്തേക്ക് തന്നെ എടുക്കുക. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ അത്രയും മാത്രം മതി. കൂടി തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമ്മുടെ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. വലിയ ജീരകം എടുക്കണ്ട കേട്ടോ, ഇതേപോലെ ചെറിയ ജീരകം മാത്രം എടുത്താൽ മതിയാവും. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക്. കണ്ടത് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് പഴുത്ത തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ശരിക്കും പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ തക്കാളിയുടെ ആ ഒരു തരിതരിപ്പോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ തരിതരിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പരത്തിയെടുക്കാനാണെങ്കിലും അത്ര നന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് പൂരിക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടി തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തക്കാളി പേസ്റ്റ് അരച്ചപ്പോൾ ഒട്ടും തന്നെ ഉപ്പൊന്നും ചേർത്തേണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഗോതമ്പ് പൊടിയുടെ കൂടെ ഉപ്പും കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്കാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയൊരു പിടി നമ്മുടെ മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു പിടി മല്ലിയില കട്ട് ചെയ്തും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൈ വെച്ച് നല്ലതുപോലെ തന്നെ നമ്മുടെ ഈ പൂരിയുടെ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന നേരത്തെ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തക്കാളിയുടെ ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നല്ലപോലെ തന്നെ പേസ്റ്റായിട്ട് തക്കാളി പേസ്റ്റ് ഒന്ന് അരച്ചെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ കൈവച്ച് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഒട്ടും തന്നെ കുഴയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ച് ഇതിനോട് കൂടി തന്നെ ആ ഗ്രേവിയോട് കൂടി തന്നെ ഇങ്ങ് ചേർത്ത് കൊടുക്കുന്നതാണ്. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അത്ര മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൂരിയുടെ മിക്സ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് തക്കാളിയുടെ ആ ഒരു കളറും മുളക് പൊടിയുടെ ആ ഒരു കളറൊക്കെ ചേർന്ന് നല്ലൊരു മസാലയുടെ ടേസ്റ്റിലുള്ള ഒരു പൂരിയാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ, പൂരിയുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഏത് ഓയിൽ ഉപയോഗിച്ചിട്ടാണോ ഫ്രൈ ചെയ്യുന്നത് ആ ഓയിൽ തന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നും കുഴച്ചെടുത്താൽ മാത്രം മതിയാവും.
നമ്മുടെ പൂരിയുടെ ഈ മാവ് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് നല്ല സ്മൂത്തായിട്ട് ഒരിക്കലും കുഴയ്ക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. നമ്മൾ എണ്ണയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ കുറച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി കട്ടിക്ക് വേണം എപ്പോഴും പൂരിയുടെ മാവ് ഒന്നിരിക്കാനായിട്ട്. എന്ന് കരുതി അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ടാവുകയും വേണം, നല്ല കട്ടിക്ക് ഇരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഒരുപാട് വെള്ളത്തിലായി പോവാതെ ഇങ്ങനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നമ്മുടെ പൂരി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ചെറിയ ചെറിയ ബോൾസായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. തീരെ അങ്ങ് ചെറുതാവണ്ട എന്ന് കരുതി ഒരുപാട് വലുതുകൊണ്ട് സാധാരണ നമ്മൾ പൂരിക്കൊക്കെ ബോൾസ് ഉണ്ടാക്കി എടുക്കില്ലേ, അതേപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. ഇതേപോലെ. അങ്ങനെ ഞാനിവിടെ ഒരു 15 പൂരിക്കുള്ള ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുപ്പത്തിലുമല്ല, എന്നാൽ തീരെ ചെറുതുമല്ലാത്ത ഇതേ വലുപ്പത്തിലുള്ള 15 ബോൾസാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് നേരെ നന്നായിട്ട് അങ്ങ് പരത്തി ഓയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ പരത്തുന്നത് എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ നമ്മുടെ സാധാരണ പരത്തുന്ന പോലെ ഇങ്ങനെ പരത്തിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി പ്രസ്സിൽ ഉപയോഗിച്ച് അങ്ങനെയും പരത്തിയെടുക്കാം, നമ്മുടെ ഇഷ്ടം. ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഒരു ചെറിയൊരു അടപ്പ് വെച്ച് പതുക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. കണ്ടത്, ഈ ഒരു അടപ്പ് വെച്ച് ഞാൻ പതുക്കെ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇവിടെ എണ്ണയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൂരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോ പൂരിയും ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം നമുക്ക്. നമ്മൾ ഈ മസാലയൊക്കെ ചേർക്കാത്ത പൂരിയാണെന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് ഒന്നേ തന്നെ അതങ്ങ് പൊങ്ങി വരും. പക്ഷേ മസാലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പതുക്കെ ഒന്നൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അതൊന്ന് പൊങ്ങി വരാനായിട്ട്. എന്നാലും പൊങ്ങി വരും കേട്ടോ. അതാ കണ്ടല്ലോ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നല്ലേ, ഇതേപോലെ തന്നെ വരും. അപ്പോൾ ആ മറ്റേ പൂരി പൊങ്ങി വരുന്ന അത്ര സ്പീഡിൽ അങ്ങ് വരില്ല എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്ന കഴിയുമ്പോൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ കുറച്ച് എണ്ണ കോരി ഒഴിച്ച് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് 2 വശം റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂരിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങ് വരും കേട്ടോ. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇതേപോലെ 2 വശം അങ്ങ് തിരിച്ച് മറിച്ച് കൊടുത്ത് പൊങ്ങി വരുമ്പോൾ അങ്ങ് റെഡിയാക്കി മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഇങ്ങ് വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ റെഡിയാക്കി പരത്തി വെച്ചിരിക്കുന്ന ഓരോ പൂരിയും ഇതേപോലെ ഇങ്ങ് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മൾ കഴിക്കുന്ന പൂരിനേക്കാളും നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ കറികളായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ വേണമെന്നില്ല, അങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് തണുത്തൊക്കെ പോണേക്ക് മുമ്പ് എല്ലാവരും ഒരു ചെറു ചൂടോടുകൂടി നന്നായിട്ട് പൊങ്ങിയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പൂരിയൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. സാധാരണ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കൂടെ തന്നെ കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. കണ്ടോ, നന്നായിട്ട് തന്നെ വീർത്ത് ശരിക്കും പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ പൂരിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കൂടെ തന്നെ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതേപോലുള്ള നല്ല പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ പൂരിയൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.